ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നു. കണ്ണൂരിൽ നിപ്പ ആശങ്ക ഒഴിഞ്ഞു എന്നതാണ് വാർത്ത. രോഗലക്ഷണങ്ങളോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി എന്ന വാർത്ത വരുന്നു. സന്തോഷകരമായൊരു കാര്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പയല്ല എന്ന് സ്ഥിരീകരിച്ചത്. പഴക്കടയിലെ തൊഴിലാളികളായ 2 പേരെ ഇന്നലെയാണ് നിരീക്ഷണത്തിന് വിധേയമാക്കിയത്. ഇവരുടെ 2 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി എന്ന വാർത്ത വരുന്നു. കായിക രംഗത്തിൻ്റെ മുതൽക്കൂട്ടാണ് ഓരോ സ്റ്റേഡിയവും. എന്നാൽ ആ സ്റ്റേഡിയങ്ങൾക്ക് തന്നെ മരണമണി മുഴങ്ങിയാലോ? അങ്ങനെയൊരു ദുരവസ്ഥയിലാണ് തൃശ്ശൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം. റിപ്പോർട്ട്. സന്തോഷ് ട്രോഫി, ഫെഡറേഷൻ കപ്പ് തുടങ്ങി എണ്ണം പറഞ്ഞ ടൂർണമെൻറ്റുകൾ, IM വിജയൻ ഉൾപ്പെടെ ദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത ഈ സ്റ്റേഡിയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏതൊരു കായിക പ്രേമിയെയും വേദനിപ്പിക്കും. കുണ്ടും കുഴിയും നിറഞ്ഞ ട്രാക്കുകൾ, കരിയില വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ടർഫ്, ഇങ്ങനെ പോകുന്നു കളിയാരവങ്ങൾ ഏറെ ഉയർന്നു കേട്ട കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. ൽ കേരളത്തിൽ നടന്ന 35ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ ടർഫ് നിർമ്മിച്ചത്. 5 വർഷത്തെ ഗ്യാരണ്ടി. പറഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ അതിജീവിച്ചെങ്കിലും ഇനിയും എത്ര ആയുസ്സുണ്ടെന്ന കാര്യത്തിൽ സംശയമാണ്. ഇക്കാണുന്ന ടർഫിൽ ഇന്ന് കളിച്ചു പരിക്കേൽക്കാതിരുന്നാൽ തന്നെ ഭാഗ്യം. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ട്രാക്കിനൊപ്പം ടർഫിനെയും നാശത്തിലേക്ക് നയിച്ചത്. ഇത് നവീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. ഇവിടെ ഇത് പണ്ട് നമ്മൾ കണ്ട നമ്മളെ പോലീസ് ടീമൊക്കെ, കേരള പോലീസ് ടീമൊക്കെ പാപ്പച്ചനും വിജയനും ഒക്കെ ഉള്ള സമയത്തുള്ള ആ പാരമ്പര്യം, ഇവിടെ ഫെഡറേഷൻ കപ്പ് നടന്നത് ലോക റെക്കോർഡാണ്. ഇവിടെ അന്ന് നടന്ന സാൽക്കോക്കർ ഗോവയും കേരള പോലീസും തമ്മിലുള്ള മത്സരമൊക്കെ ചരിത്രമാണ്. അങ്ങനത്തെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ നവീകരിക്കണില്ല, ഒന്നുമില്ല, മെയിൻ്റനൻസ് നടത്തുന്നില്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുൻപ് ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ വളരെ ശോചനീയാവസ്ഥയാണ്. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വേലി തുരുമ്പെടുത്ത് ദ്രവിച്ചു. ആർക്കും ഗ്രൗണ്ടിലേക്ക് കയറാവുന്ന സ്ഥിതിയാണ്. കാണികൾ ഇരിക്കുന്ന ഗാലറി പെയിന്റ് അടിച്ചിട്ട് പോലും വർഷങ്ങളായി. ടർഫ് നിലനിൽക്കണമെങ്കിൽ ശരിയായ പരിപാലനം അനിവാര്യം. സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണമുള്ള കോർപ്പറേഷന് തന്നെയാണ് പരിപാലനത്തിന്റെയും ചുമതല. കളിക്കുന്ന ക്ലബ്ബുകൾ, ടീമുകൾ എന്നിവരിൽ നിന്ന് കോർപ്പറേഷന് വാടക ലഭിക്കുന്നുണ്ടെങ്കിലും വരുമാനം സ്റ്റേഡിയത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നാണ് പരാതി. ടർഫിൽ തുടർന്നും കളിക്കുന്നത് താരങ്ങളുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് പരിശീലകരും പറയുന്നു. കായിക താരങ്ങളെ മാത്രമല്ല, ഒരു നാടിൻ്റെ കായിക സംസ്കാരം ചിട്ടപ്പെടുത്തുന്ന ഇടമാണ് ഓരോ കളിക്കളവും. അതുകൊണ്ട് തന്നെ കളിക്കളങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നാടിൻ്റെ തന്നെ ആവശ്യമാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.